check vibration damper for defects, practice on removing camshaft from engine block, check for bend and twist of camshaft. ഹലോ, എൻ്റെ പേര് ജ്യോതിലക്ഷ്മി. ഇന്നത്തെ സെഷനിൽ നിങ്ങൾ എല്ലാവരും ആവേശഭരിതരാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്ന് വൈബ്രേഷൻ ഡാമ്പർ എങ്ങനെ നീക്കം ചെയ്യാമെന്നും പരിശോധിക്കാമെന്നും നമ്മൾ പഠിക്കാൻ പോകുന്നു. കൂടാതെ ബെൻഡും ട്വിസ്റ്റും പരിശോധിക്കുന്നതിന് എൻജിൻ ബ്ലോക്കിൽ നിന്ന് ക്യാംഷാഫ്റ്റ് എങ്ങനെ നീക്കം ചെയ്യാമെന്നും നമ്മൾ നോക്കാൻ പോകുന്നു. ഈ ഡെമോൺസ്ട്രേഷന്റെ അവസാനം നിങ്ങൾക്ക് സാധ്യമാകുന്നു വൈബ്രേഷൻ ഡാമ്പർ ഡിഫക്റ്റുകൾ പരിശോധിക്കാനും ക്യാംഷാഫ്റ്റ് നീക്കം ചെയ്ത് പരിശോധിക്കാനും ആവശ്യമായ ടൂളുകളും ഇൻസ്ട്രുമെന്റുകളും. ട്രെയിനിയുടെ ടൂൾ കിറ്റ് ഒരെണ്ണം, ഡാമ്പർ പുള്ളിക്കുള്ള സോക്കറ്റ് സ്പാനർ ഒരെണ്ണം, പുള്ളി പുള്ളർ ഒരെണ്ണം, ആവശ്യമുള്ള മെറ്റീരിയലുകൾ, ട്രേ ഒരെണ്ണം, കോട്ടൺ ക്ലോത്ത്, മണ്ണെണ്ണ, വൈബ്രേഷൻ ഡാമ്പർ ആക്സറികൾ. ലഭ്യമാണെങ്കിൽ ഫാൻ ഡ്രൈവ് പുള്ളിയിൽ നിന്ന് ഫാൻ ബെൽറ്റ് നീക്കം ചെയ്യുക. ഒരു സോക്കറ്റ് സ്പാനറിന്റെ സഹായത്തോടെ ഡാമ്പർ നട്ട് അഴിച്ച് ഡാമ്പർ നട്ട് നീക്കം ചെയ്യുക. ഫാൻ ഡ്രൈവ് പുള്ളിയിൽ പുള്ളർ ഫിക്സ് ചെയ്ത് അത് നീക്കം ചെയ്യുക. ട്രെയിൽ ഫാൻ ഡ്രൈവ് പുള്ളി വയ്ക്കുക. വൈബ്രേഷൻ ഡാമ്പറും ഫാൻ ഡ്രൈവ് പുള്ളിയും വൃത്തിയാക്കുക. വൈബ്രേഷൻ ഡാമ്പർ പരിശോധിക്കുന്നു. ഡാമ്പർ സെക്ഷനുകൾക്കും ഡാമേജ് ആയ കീ വേക്കുമിടയിൽ മിസ്സിംഗ് ആയതോ എക്സ്ട്രൂഡ് ചെയ്തതോ ആയ റബ്ബറിനായി വൈബ്രേഷൻ ഡാമ്പർ വിഷ്വൽ ഇൻസ്പെക്ഷൻ ചെയ്യുക. ഒരു ഫ്ലാറ്റ് സർഫേസിൽ വൈബ്രേഷൻ ഡാമ്പർ വയ്ക്കുക. ഡാമ്പർ സെക്ഷനുകൾക്കിടയിൽ മിസ് അലൈൻമെന്റുകൾ ഉണ്ടോ എന്ന് നോക്കുക. എന്തെങ്കിലും കംപ്ലയിന്റ് ശ്രദ്ധയിൽപ്പെട്ടാൽ വൈബ്രേഷൻ ഡാമ്പർ റീപ്ലേസ് ചെയ്യുക. ക്യാം ഷാഫ്റ്റിന്റെ പൊസിഷനിനെ അടിസ്ഥാനമാക്കി എഞ്ചിൻ തരം തിരിച്ചിരിക്കുന്നു. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓവർഹെഡ് വാൽവ് എഞ്ചിൻ. EOHV എഞ്ചിനിൽ വാൽവുകൾ സിലിണ്ടർ ഹെഡിൽ സ്ഥാപിച്ചിരിക്കുന്നു. ക്യാംഷാഫ്റ്റ് സിലിണ്ടർ ബ്ലോക്കിൽ സ്ഥാപിച്ചിരിക്കുന്നു. കൂടാതെ ഒരു പുഷ് വടി ക്യാമിനെയും റോക്കർ ആമിനെയും ബന്ധിപ്പിക്കുന്നു. റോക്കർ ആമിന്റെ മറുവശം വാൽവ് ഓപ്പറേറ്റ് ചെയ്യുന്നു. സിംഗിൾ ഓവർഹെഡ് ക്യാം എഞ്ചിനാണ് അടുത്ത ടൈപ്പ്. സിംഗിൾ ഓവർഹെഡ് ക്യാം എഞ്ചിൻ ഒരു ക്യാം ഷാഫ്റ്റ് ഉപയോഗിക്കുന്നു. അത് സിലിണ്ടർ ഹെഡിൽ ഘടിപ്പിച്ചിരിക്കുന്നു. കൂടാതെ വാൽവുകളും സിലിണ്ടർ ഹെഡിൽ സ്ഥാപിച്ചിരിക്കുന്നു. വാൽവിനും ക്യാമിനും ഇടയിൽ ഒരു റോക്കർ പ്ലേസ് ചെയ്തിരിക്കുന്നു. ക്യാം റോക്കർ പ്രവർത്തിപ്പിക്കുകയും റോക്കർ വാൽവ് പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നു. ഡബിൾ ഓവർഹെഡ് ക്യാം എഞ്ചിൻ. ഡബിൾ ഓവർഹെഡ് ക്യാം എഞ്ചിൻ ഡ്യുവൽ ക്യാംഷാഫ്റ്റ് ഉപയോഗിക്കുന്നു. ഒരു ക്യാംഷാഫ്റ്റ് ഇൻലെറ്റ് വാൽവുകളും മറ്റൊരു ക്യാംഷാഫ്റ്റ് എക്സ്ഹോസ്റ്റ് വാൽവുകളും പ്രവർത്തിപ്പിക്കുന്നു. വുഡൻ ടേബിളിൽ സിലിണ്ടർ ഹെഡ് വയ്ക്കുക. ഇപ്പോൾ നമ്മൾ അസംബ്ലിയിൽ നിന്ന് ക്യാംഷാഫ്റ്റ് ഡിസ്മാൻഡിൽ ചെയ്യാൻ പോകുന്നു. ക്യാംഷാഫ്റ്റ് സിലിണ്ടർ ഹെഡിന്റെ മുകളിൽ ഘടിപ്പിച്ചിരിക്കുന്നു. കൂടാതെ ഒരു ക്യാംഷാഫ്റ്റ് ബെയറിംഗ് ക്യാപ്പ് ഉപയോഗിച്ച് ബോൾട്ട് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ അത് നീക്കം ചെയ്യുന്നതിനായി ബെയറിംഗ് ക്യാപ്പ് ബോൾട്ടുകൾ അഴിക്കുക. ക്യാം ഷാഫ്റ്റിന്റെ ലെങ്തിനെ അടിസ്ഥാനമാക്കി ക്യാം ഷാഫ്റ്റിന് 4 അതിലധികമോ ബെയറിംഗ് ക്യാപ്പുകൾ ഉണ്ട്. എല്ലാ ബെയറിംഗ് ക്യാപ്പ് ബോൾട്ടുകളും അഴിക്കുക. അസംബ്ലിയിൽ നിന്ന് ബെയറിംഗ് ക്യാപ്പ് നീക്കം ചെയ്യുന്നതിന് മുമ്പ് ബെയറിംഗ് ക്യാപ്പുകൾക്ക് നമ്പറിട്ടിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. എന്തിനാണെന്നാൽ ബെയറിംഗ് ക്യാപ്പ് നീക്കം ചെയ്ത അതേ സ്ഥലത്താണ് വീണ്ടും മാറ്റി സ്ഥാപിക്കേണ്ടത്. ക്യാപ്പ് അക്കമിട്ടിട്ടില്ലെങ്കിൽ ലെറ്റർ പഞ്ച് ഉപയോഗിച്ച് അക്കങ്ങൾ പഞ്ച് ചെയ്യുക. ഇപ്പോൾ ബെയറിംഗ് ക്യാപ്പുകൾ നീക്കം ചെയ്ത് ക്രമത്തിൽ ഒരു ട്രേയിൽ വയ്ക്കുക. ക്യാം ഷാഫ്റ്റ് നീക്കം ചെയ്ത് ഒരു ട്രേയിൽ സൂക്ഷിക്കുക. ക്യാം ഷാഫ്റ്റ് ജേണലുകളിൽ ബെയറിംഗ് ക്യാപ്പുകൾ പ്ലേസ് ചെയ്യുക. ബെയറിംഗ് ക്യാപ്പുകൾ മിക്സ് ആയിട്ടില്ലെന്ന് ഉറപ്പാക്കുക. അതിനുശേഷം സിലിണ്ടർ ഹെഡിൽ നിന്ന് റോക്കർ ആം നീക്കം ചെയ്ത് ഒരു ട്രേയിൽ സൂക്ഷിക്കുക. ബെയറിംഗ് ക്യാപ്പ് പോലെ റോക്കറുകളും മിക്സ് ആകാൻ പാടില്ല. റോക്കറുകൾ ഒരു ട്രേയിൽ ക്രമാനുഗതമായി ക്രമീകരിക്കുക. ക്യാം ഷാഫ്റ്റ് അതിന്റെ ക്യാം ഹൈറ്റ്, റൺ ഔട്ട്, ജേണൽ ക്ലിയറൻസ് എന്നിവയ്ക്കായി അളക്കാവുന്നതാണ്. ക്യാം ഹൈറ്റ് എങ്ങനെ പരിശോധിക്കാമെന്ന് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നു. ഔട്ട് സൈഡ് മൈക്രോമീറ്റർ ഉപയോഗിച്ച് ക്യാം ഹൈറ്റ് അളക്കാം.
അളവുകൾ എടുക്കുന്നതിനു മുമ്പ് ഉപയോഗിക്കേണ്ട മൈക്രോമീറ്ററിന്റെ സൈസ് സ്ഥിരീകരിക്കുക. ഉദാഹരണത്തിന് ക്യാം സൈസ് 45.000 മില്ലിമീറ്റർ ആണെങ്കിൽ 25 മുതൽ 50 മില്ലിമീറ്റർ മൈക്രോമീറ്റർ തിരഞ്ഞെടുക്കുക. മൈക്രോമീറ്റർ തിരഞ്ഞെടുത്ത ശേഷം മൈക്രോമീറ്ററിൽ എന്തെങ്കിലും എറർ ഉണ്ടോയെന്ന് പരിശോധിക്കുക. എറർ ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തുകയും ആക്ച്വൽ മെഷർമെന്റുകൾ പരിഗണിക്കുകയും ചെയ്യുക. വി ബ്ലോക്കുകൾക്കിടയിൽ ക്യാം ഷാഫ്റ്റ് വയ്ക്കുക. ക്യാം ഹൈറ്റ് വരെ മൈക്രോമീറ്ററിന്റെ മൂവബിൾ തിമ്പിൾ അഴിച്ച് ക്യാം ലോബിനും ബേസിനും ഇടയിൽ ഇൻസേർട്ട് ചെയ്യുക. റാച്ചറ്റ് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യുക. റാച്ചറ്റ് നോയിസ് കേൾക്കുമ്പോൾ കറക്കുന്നത് നിർത്തുക. റീഡിംഗ് ശ്രദ്ധിക്കുകയും മാനുഫാക്ചറിന്റെ റെക്കമെൻഡേഷനുമായി റീഡിംഗ് താരതമ്യം ചെയ്യുക. അതുപോലെ ക്യാം ഷാഫ്റ്റ് ജേണലിൽ ഒരു ഡയൽ ഗേജ് പ്ലേസ് ചെയ്യുകയും ഡയൽ ഗേജിൽ 0 പൊസിഷനിൽ സെറ്റ് ചെയ്യുകയും ചെയ്യുക. ക്യാം ഷാഫ്റ്റ് സാവധാനം തിരിക്കുക. ഡയൽ ഗേജിലെ ഏതെങ്കിലും വ്യതിയാനം ഉണ്ടെങ്കിൽ രേഖപ്പെടുത്തുക. ഡയൽ ഗേജ് ഡിഫ്ലെക്ഷൻ റീഡിംഗുകൾ ശ്രദ്ധിക്കുകയും മാനുഫാക്ചർ റെക്കമെൻഡ് ചെയ്യുന്ന വാല്യൂവുമായി താരതമ്യം ചെയ്യുകയും ചെയ്യുക. റീഡിംഗുകൾ ആക്ച്വൽ റെക്കമെൻഡേഷനുമായി മാച്ച് ആവുന്നില്ലെങ്കിൽ ക്യാം ഷാഫ്റ്റ് റീപ്ലേസ് ചെയ്യുക. ക്യാം ഷാഫ്റ്റ് ജേർണൽ വെയർ. ജേർണൽ വെയർ അളക്കാൻ പ്ലാസ്റ്റിക് ഗേജ് ഉപയോഗിക്കുക. ഹൗസിംഗുകളും ക്യാം ഷാഫ്റ്റ് ജേർണലുകളും വൃത്തിയാക്കുക. സിലിണ്ടർ ഹെഡിലേക്ക് ക്യാം ഷാഫ്റ്റുകൾ ഇൻസ്റ്റാൾ ചെയ്യുക. ക്യാം ഷാഫ്റ്റിന്റെ ജേർണലിന്റെ ഫുൾ വിഡ്ത്തിലേക്ക് ഗേജിംഗ് പ്ലാസ്റ്റിക് പീസ് വയ്ക്കുക. ക്യാം ഷാഫ്റ്റ് ഹൗസിംഗ് ഇൻസ്റ്റാൾ ചെയ്യുക. നിശ്ചിത ടോർക്ക് ലഭിക്കുന്നതുവരെ 2-3 തവണ ടൈറ്റിംഗ് സീക്വൻസ് ആവർത്തിച്ച് ക്യാം ഷാഫ്റ്റ് ഹൗസിംഗ് ബോൾട്ടുകൾ തുല്യമായും ക്രമേണയും നമ്പറിന്റെ ക്രമത്തിൽ ടൈറ്റ് ചെയ്യുക. ക്യാം ഷാഫ്റ്റ് തിരിക്കരുത്. ഹൗസിംഗ് നീക്കം ചെയ്യുക. പ്ലാസ്റ്റിക് കവറുകളിൽ സ്കെയിൽ ഉപയോഗിച്ച് അതിന്റെ ഏറ്റവും വൈഡ് ആയ പോയിന്റിൽ ഗേജിംഗ് പ്ലാസ്റ്റിക് വിഡ്ത്ത് അളക്കുക. ചില എഞ്ചിനുകൾ റോക്കർ ആമിന് പകരം ടാപ്പറ്റുകളും ഷിമ്മുകളും ഉപയോഗിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ടാപ്പറ്റിന്റെ ഡാമേജുകൾ പരിശോധിക്കുകയും ടാപ്പറ്റ് ഔട്ടർ ഡയമീറ്ററും സിലിണ്ടർ ഹെഡ് ബോറിന്റെ സൈസും അളക്കുകയും ചെയ്യുക. ക്ലിയറൻസ് കണക്കാക്കുക. അത് കൂടുതൽ ആണെങ്കിൽ ടാപ്പറ്റും ഷിമ്മും റീപ്ലേസ് ചെയ്യുക. നമ്മൾ എക്സസൈസിന്റെ അവസാനത്തിലെത്തി. അതിനാൽ വൈബ്രേഷൻ ഡാമ്പർ തകരാറുകൾക്കായി പരിശോധിക്കാൻ നമ്മൾ പഠിച്ചു. എൻജിൻ ബ്ലോക്കിൽ നിന്ന് ക്യാം ഷാഫ്റ്റ് നീക്കം ചെയ്യാനും ക്യാം ഷാഫ്റ്റിന്റെ ബെൻഡും ട്വിസ്റ്റും പരിശോധിക്കാനും നമ്മൾ പഠിച്ചു. താങ്കൾക്ക് ഈ കാര്യത്തിൽ വ്യക്തതയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഇൻസ്ട്രക്ടറുടെ സഹായത്തോടെ ഈ എക്സസൈസ് ചെയ്യുക. എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.